ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മാത്രമല്ല, ലിവറും കൂടി ഉണ്ടായിരുന്നു, പാർട്സിലെ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിറച്ച് ലിവറായിരുന്നു. അപ്പം നമ്മളത് ലിവർ ഫ്രൈ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇന്ന് രാവിലെയാണ് വോയിസൊക്കെ കൊടുക്കുന്നത്, അതാണ് ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലിവർ എടുത്ത് നല്ല പോലെ എല്ലാ മസാലയും തേച്ച് നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വറുക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി തൈര്, വേപ്പില, മല്ലിയില, പിന്നെ ഇത്തിരി ഉപ്പും ആവശ്യത്തിന് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മുടെ ലിവർ അതിലേക്ക് ഇട്ട് കൊടുത്തു. ലിവർ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി വെച്ചിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. കുറേ നേരം വെച്ചുവിട്ടാൽ ലിവർ അങ്ങനെ ചെയ്താലാണ് അതിലേക്ക് പിടിക്കുള്ളൂ. എല്ലാവർക്കും വീട്ടിൽ സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യണത്. ഇതും ഞാനല്ല കേട്ടോ ചെയ്യണത്, ചേച്ചി തന്നെയാണ് ചെയ്യണത്. അവളുടെ പാചകമാണ്. ഞാൻ ക്യാമറ എടുത്ത് ഇങ്ങനെ കൂടെ നിന്നു എന്നുള്ളൂ. ലിവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ നേരം കൊണ്ട് നമ്മൾ തേങ്ങ കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുത്തു. അത് വറുത്ത് കോരിയെടുത്തു. നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ വറുത്ത് കോരിയെടുത്തു. അതിലേക്ക് ഇത്തിരി മുളകും അതേപോലെ തന്നെ വേപ്പിലയും പിന്നെ വെളുത്തുള്ളി ഇട്ടു. അപ്പോൾ അതൊന്നും മൊരിഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അതും നമ്മൾ വറുത്ത് കോരിയെടുത്തു. പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ കോരി ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലപോലെ വരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വറുത്ത് കോരി എടുക്കാനുള്ളതല്ലേ. എന്നിട്ട് നമ്മൾ ഈ ലിവറിൻ്റെ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നമ്മൾ അങ്ങനെ തന്നെ അതിലേക്ക് എടുത്തിട്ട് വറുത്തു. ഓരോ ട്രിപ്പായിട്ട് 4-5 ട്രിപ്പ് ഉണ്ടായിരുന്നു. അതിങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുത്തു. ചട്ടി ഒരു വിധത്തിലായിട്ടുണ്ട്. അമ്മ ഈ പൊടിയൊക്കെ വറുക്കുന്ന ചട്ടിയായിരുന്നു. അത് പറയണ്ടായിരുന്നു പോവോ എന്ന്. കുറേ നേരം ഇരുന്ന് എണ്ണി പറക്കണ്ടായിരുന്നു കേട്ടോ അമ്മ. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. നല്ല ചട്ടിയൊക്കെ ആകുമ്പോൾ നല്ലപോലെ കരി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാം വറുത്ത് കോരിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഇട്ടിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് അതിൽ സബോള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. 10 മിനിറ്റ് കറക്റ്റ് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി അതൊന്നുകൂടി കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കറുത്ത കളറാവണ വരെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒന്നുകൂടി അടി പിടിക്കും. അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും പിന്നെ ഈ വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും ഇടുക. അതിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് സബോള അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. എന്തൊരു ടേസ്റ്റ്. എല്ലാവരും ഇന്നലെ അത് കൂട്ടിയിട്ടാണ്, ചിക്കൻ്റെ ചാറ് കൂട്ടിയിട്ടല്ല കൂടുതൽ തിന്നുക. ശരിക്കും തട്ടുകട സ്റ്റൈലുണ്ട് എന്ന് എല്ലാവരും പറയണ്ടായിരുന്നു. പിള്ളേർ കുഞ്ഞുകിളികൾ പറയണ്ടായിരുന്നത് പൊറോട്ടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു മേമേ, പൊറോട്ടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു എന്ന്. നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താനേ. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ലിവർ ഫ്രൈ? എല്ലാവരും ചെയ്ത് നോക്കണേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ, ലവ് യു.